ആ ബോംബ് ഉണ്ടാക്കിയിരുന്നത് ആ ദിവസത്തിന് ശേഷം അവിടെ നടക്കാനിരിക്കുന്ന ശോഭയാത്രയിൽ ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ശോഭയാത്രക്ക് ബോംബ് എറിഞ്ഞുകൊണ്ട് അതൊരു കലാപമാക്കി മാറ്റി മലപ്പുറം ജില്ലയുടെ സൽപ്പയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആ പ്രവർത്തനം നടത്തുകയും അയാൾ മരണപ്പെടുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ മലപ്പുറം കത്തുമായി. ഞാൻ ഇപ്പോഴും നോക്കുന്നു. അന്ന് മലപ്പുറത്തെ പോലീസ് സൂപ്രണ്ട്, മലപ്പുറത്തെ പോലീസ് മേധാവി, മലപ്പുറം SP അന്ന് പറഞ്ഞ വാചകമുണ്ട്. ഉമ്മൻകോശിയായിരുന്നു മലപ്പുറത്തെ SP. ഉമ്മൻകോശി പത്രക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു. അയാൾ പറഞ്ഞ വാചകമാണ്. ഈ വ്യക്തിയുടെ മരണത്തെ കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ച പദമാണ്. അയാളുടെ മരണം കൊണ്ട് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ ശോഭയാത്രയ്ക്ക് ഒരു ബോംബ് എറിഞ്ഞാൽ മലപ്പുറത്താൻ രാജ്യം കത്തിച്ചൊഴിക്കുന്ന അവസ്ഥയുണ്ടാകില്ലേ? ഒരു തീവണ്ടിയിലെ പൊടി കത്തിച്ചുകൊണ്ട് ആ തീവണ്ടിയിലെ മുറിയിൽ അടങ്ങിയിരുന്ന ആളുകളെ മുഴുവൻ ചുട്ടുകരിച്ചുകൊണ്ട് അത് ആയുധമാക്കി നമ്മുടെ ചാനലുകളും പത്രങ്ങളും വളരെ ഗൗരവത്തോടുകൂടി സമൂഹത്തിലേക്ക് അറിയിച്ചതുകൊണ്ട് ഒരു ജനോസൈഡ് തന്നെ അതിന്റെ പേരിൽ ഗുജറാത്തിൽ സംഘടിപ്പിക്കാൻ മോഡിക്ക് കാരണമായില്ലേ? ആ മനുഷ്യർ മരിച്ചുപോയ അവരുടെ ജീവിതം തിരിച്ചെടുക്കണമോ നോക്കും. ഈ രീതിയിൽ ആളുകൾക്കെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രവർത്തനങ്ങള്, മനുഷ്യാവകാശത്തിന്റെ ലംഘനം പോലും നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് എത്ര പേരെയാണ് മുസ്ലിങ്ങളെ തടവിൽ വെച്ചിരിക്കുന്നത്? രാജ്യത്തെ മുസ്ലിം ശതമാനത്തേക്കാൾ കൂടുതൽ ആളുകൾ തടവ് പുള്ളികളായി ഇന്ന് ജയിലിലുള്ള പുള്ളികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ എന്താണ് അതിന്റെ കാരണം? പകുതിയിലധികം കേസുകളും തെളിയിക്കപ്പെട്ടതല്ല. സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന കേസുകളിൽ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ബാക്കി പലതും കള്ളസാക്ഷി ഉണ്ടാക്കിയതുപോലെ ആളുകളെ പിടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇത് അടിസ്ഥാനരഹിതമായി പറയുന്നതല്ല. രാജ്യത്തിലെ വാരികകളും മാസികകളും ഒക്കെ പഠനം നടത്തിയവർ തുറന്നു പറഞ്ഞു. ഒന്നും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ജയിലിൽ കിടക്കുന്ന അബ്ദുൽ നാസർ മഅദനി എന്ന് പറയുന്ന വ്യക്തി, മഅദനിയുടെ കാഴ്ചപ്പാടുകളോടോ പ്രസംഗത്തോടോ പ്രവർത്തനത്തോടോ യോജിപ്പുമില്ലാത്തവരാണ് നമ്മൾ. മഅദനിയുടെ പ്രവർത്തനത്തിൽ ശൈലിമാറ്റം ഉണ്ടായപ്പോൾ നമ്മളതിനെതിരെ ശക്തമായി ശബ്ദിച്ചവരാണ്. ആ ശൈലി സ്വീകരിക്കരുത് നമ്മുടെ സമൂഹത്തെ വളരെ വ്യക്തമായി ഉത്ബോധിപ്പിച്ചവരാണ്. ഒരു ഹൈന്ദവനെ പോലും ഒരു ക്രൈസ്തവനെ പോലും ശത്രുവായി കൊണ്ടുവരുന്ന സമീപനം നമ്മൾ പ്രസംഗത്തിലോ പ്രവർത്തനത്തിലോ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളും അത് പഠിപ്പിക്കുന്ന സംഘടനയുടെ പ്രവർത്തകരുമാണ് നമ്മൾ. പക്ഷേ അതൊരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർന്നു വന്നപ്പോ ആ മനുഷ്യന്റെ ഒരു കണ്ണ് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ഷുഗർ രോഗിയായ ആ വ്യക്തിക്ക് മതിയായ ചികിത്സ കിട്ടിയില്ലെന്ന പത്രമാധ്യമങ്ങളിലൊക്കെ വന്നപ്പോ സന്ദർശിച്ച ആളുകൾ പോലും ദയനീയമായ ആരെങ്കിലും സമൂഹത്തോട് തുറന്നു പറഞ്ഞപ്പോ രാജ്യത്ത് ആരൊക്കെ പ്രതികരിക്കേണ്ടി വന്നു ആ മനുഷ്യനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ? അയാൾ ചെയ്ത തെറ്റെന്ന് പറയുന്നത് പ്രസംഗമായിരിക്കാം. ആ പ്രസംഗത്തിലൂടെ യുവാക്കളെ അദ്ദേഹം മറ്റൊരു വഴിക്ക് നയിച്ചിരിക്കാം, ഒക്കെ ശരി. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനപ്പുറം ശിക്ഷ ആ മനുഷ്യൻ വിചാരണ തടവുകാരനായി അനുഭവിച്ചില്ലേ? ഇനിയെങ്കിലും ആ മനുഷ്യനെ വിട്ടുകൊടുക്കാതിരുന്നത് ജനാധിപത്യ രാജ്യത്തിന് അപമാനമല്ലേ? നിലപാടുകളോട് യോജിപ്പില്ലെങ്കിലും പ്രവർത്തനത്തോട് യോജിപ്പില്ലെങ്കിലും ഇനിയും ഓരോ നിമിഷവും ആ വ്യക്തിയെ രോഗി എന്ന നിലയിൽ മനുഷ്യാവകാശം പോലും ലംഘിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം പോലും മര്യാദക്ക് തെളിയിക്കപ്പെടാതെ പിടിക്കപ്പെട്ട് ജയിലിൽ കിടത്തുന്നത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മഴയാവട്ടെ ആരാവട്ടെ ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണ് എന്ന് പറയാൻ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അത് 100% അപമാനമാണ്. ആ വ്യക്തിയെ മനുഷ്യ